കിട്ടോ? കിട്ടില്ല. അപ്പൊ എന്ത് വേണം? അതിന്റെ മുകളിൽ ഒരു ലീഡറാണ് സജീവ് സാർ. എന്താണ് സജീവ് സാർ? ഞാൻ ഇതിൽ പിന്നാക്കാണ്ട് നിങ്ങൾ എഴുതിയാൽ മതിട്ടാ. കാരണം 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, അല്ല 5ാം ക്ലാസ്, സോറി. കാരണം 5ാം ക്ലാസ് വിദ്യാഭ്യാസം എഴുതലൊക്കെ തെറ്റൊക്കെ പറ്റും. അവിടെ എവിടെയാണ് പോരായ്മ അവിടെ നിങ്ങൾ എഴുതാം. കാരണം പഠിക്കുന്ന കാലത്ത് പരീക്ഷയ്ക്ക് ഞാൻ പോയിരിക്കാറുണ്ട്. ഇരിക്കുമ്പോ അന്ന് ഒരു നോട്ട് ബുക്കിന്റെ പോലത്തെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അതിന്റെ ഏറ്റവും നടുക്ക് വരാറുണ്ട് ശരിയായ ഉത്തരങ്ങള് തെരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ വാക്ക് മാത്രം എഴുതി വെച്ചിട്ട് പേപ്പർ മടക്കി വെച്ചു. 5 മിനിറ്റ് എന്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞാ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ടീച്ചർ എന്നെ കാണുമ്പോ എന്നെ തുറച്ചു നോക്കാം, ഇതാണ് നീ എഴുതി വെച്ചത്, എന്നോട് ഉത്തരം എഴുതാനായിട്ട്. ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള സുന്ദരൻ 5ാം ക്ലാസ്സുകാരൻ ഇന്ന് സ്റ്റാർട്ട് ആയിട്ട് അതാണ് ആശയമില്ല. അപ്പൊ അത്രയും വേണം നമുക്ക് മെന്റർ വേണം. സജീവ് സാറ്, അതിന്റെ മുകളിലാണ് നമ്മുടെ ഗിരീഷ് സാറ്. അതിന്റെ മുകളിൽ രാജൻ സാറുണ്ട്, അർജുൻ സാറുണ്ട്, ബിനു സാറിന്റെ മുകളിൽ. അങ്ങനെ മിനിമം ഒരു 5 ലീഡേഴ്സുമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധം ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ തുടർന്ന് കൊണ്ടുപോയാൽ ആർസിം നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. റിലയൻസിന്റെ 1ാമത്തെ ഒരു പോയിന്റ് ആണ് ഈ ഒരു കാര്യം.